ഷാജഹാന്റെ കോൺട്രവേഴ്സി സമയത്ത് ഷാജഹാൻ വീട്ടിൽ വന്നല്ലോ. അവിടെ നടന്ന സീൻ എന്താണെന്നറിയോ? ഷാജഹാൻ വീട്ടിൽ വരുന്നത് ഇങ്ങനെ ക്രീം ഇത് നക്കിയോനില്ലേ, ഞാൻ അപ്പൊ കാണുമ്പോ എന്താ കാണുന്നതെന്ന് അറിയാം. ഷാജഹാൻ വന്ന് ഞാൻ എടാ ഇവര് വന്ന് താറക്ക മുമ്പിലുണ്ട്, അപ്പുറത്ത് കുറെ നോക്കുമ്പോണ്ട് നീലക്കൂലെന്തോ എടുക്കുന്നുണ്ട്. എടാ ഏടെയാടാ വാറ ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ വിളിച്ച് ഞാൻ എന്തോ ബെഡുമ്പോ കിടക്കും എന്തോ ചെയ്യും, ഞാൻ അതിനെ വിളിച്ച്. എന്നിട്ട് ഞാൻ ഇവര് പുറത്ത് വന്നിട്ടുണ്ടോ. അപ്പൊ റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവര് പുറത്തുണ്ടോ. ഷമീര ഒരു സിഗരറ്റ് എടുത്താ, ഞാൻ വിചാരിച്ചു സീന് നടക്കാൻ പോവാണ് ഇവിടെ. എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജഹാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്. നമ്മളൊക്കെ മുന്നേലുള്ളത്. ഇവരെന്താ ചെയ്താ അറിയാ, സിഗരറ്റ് എടുത്തിട്ട് രണ്ടാം നിലയിൽ പോയിട്ട് മമ്മൂന്റെ ഒരു ബാത്റൂം ഉണ്ട്. അതായത് മമ്മൂന്റെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ആ റോട്ടും കൂടി, അതായത് നമ്മളെ വീടിന്റെ മുമ്പ് അവിടെ വരുന്ന ആൾക്കാരെ കാണാം. അവിടെ പോയിട്ട് ഞാൻ ബേക്കറോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും എടുക്കാൻ പോവാന്ന് നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ ഇനിയിപ്പോ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോവാണ്. ബക്കറ്റ് തിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി സിഗരറ്റ് വെച്ച് ഞാൻ എടാ റാംബോ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യാ, ഞാനത് നോക്കുന്നത് എന്താ ചെയ്യാ. എടാ ഞാൻ പറഞ്ഞു എടാ അടി തോക്കെങ്കിലും ഇല്ല, അതെല്ലാം എടുത്തിട്ട് അത് അങ്ങനെ വെടി ഒന്നും വെക്കാനൊന്നും പറ്റൂല, അത് വെറുതെ അങ്ങനെ തൂക്കിട്ട് അടക്കാനേ പറ്റും. എടാ എന്തെങ്കിലും ചെയ്. ഇപ്പൊ ആരും അനങ്ങല്ല, ആരും മിണ്ടല്ല, ആരും അനങ്ങല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിറ്റേ ദിവസം പോയിട്ട് അത് ഓ ഷാജഹാന് രാത്രി പറഞ്ഞ വീട് പൂട്ടിട്ടതിന്റെ മുമ്പിൽ ആർക്കും വരാനാവും, അതേതാണ് മറ്റേതാണ്. എന്നിട്ട് പിന്നെ നമ്മളിവിടെ എല്ലാണ്ടായി പോയി അങ്ങനെ കയറ്റി ഉണ്ടാക്കിയാനെ ഓനെ വാണം വിട്ടോലെ ആകാശത്തേക്ക് വിടേനും. നമ്മളെന്തോ ജിമ്മിലായിപ്പോയി, ഫ്ലാറ്റിലായിപ്പോയി. എടാ ഞാതിന് ഏത് ഫ്ലാറ്റടാ, ഏത് ഓർഗടാ, ഏത് ഫ്ലാറ്റ്, ഏത് ഓർഗ്? MR സെറ്റ് എന്ന് പറഞ്ഞൊരു ഓർഗില്ല. വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. തടിയും വെച്ചിട്ട് നീ വെല്ലുവിളിച്ചല്ലോ. ഞാനിവിടെ ഉണ്ടാക്കിയത് ഞാൻ മരത്തും അങ്ങോട്ടാക്കും എന്നിട്ട് ഇങ്ങോട്ട് വാടാ ധൈര്യം വാടാന്നൊക്കെ പറ്റണ പഠിക്കുന്ന തടി പണ്ട മാത്രമുള്ള അവർക്ക് ആവശ്യമില്ല. നീ ആരാ ഡോണാ? ഞാനാ ഡോണ്? ഇതൊക്കെ തന്നെ നെസ്റ്റാണിട്ടാ. അടുത്തെന്താ പോകും? അടുത്തൊന്നും നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറ നീ അത് പറയാം. എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല ആ പെണ്ണിന്റെ മുമ്പെന്ന്. അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. ഇവളെന്താ വിചാരിക്ക? പോട്ട് അത് പോട്ട്. നീ ഒന്ന് ഇതാക്കിത്താ, എന്താടാ അതിനെ ഒരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജോ ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽത്തുനിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അതോ ഓനാണോ? രണ്ടേരും കുണ്ണം പറയണേ, രണ്ടും കണക്കാണ്. ചെറ്റടവൻ പറഞ്ഞിട്ടില്ല. എടാ രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്ത് വിടുമ്പോ ഇവന്മാര് എന്താണ് ഒരു ഇത് കൂടി കണ്ടോട്ടെ. ഒന്നുപാടെ കണ്ടുണ്ട്, അതൊന്നും കണ്ടിട്ട് ഒക്കെപ്പാടെ പറയാട്ടെ, എല്ലാം കൂടി പറയാം. മനസ്സിലായിട്ടുണ്ടാവൂലേ? പ്ലാൻഡ്. ഓക്കെ ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. അല്ലല്ല ഒന്ന് പുറത്തെടുത്ത കാരണം അറിയാം, ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഓട്ട ഇവനെല്ലാം മറ്റേ ലൈവിക്ക് എടുത്ത് പറഞ്ഞു ഞാനൊന്നും ഉപയോഗിക്കൂല, ഒരു സാധനം ഉപയോഗിക്കൂല. എന്നിട്ട് ഇവരുടെ സാധനം ഇവര് പ്രൂഫ് ആയിട്ട് എടുത്തുക്കാണല്ലോ. ഇവരായിട്ട് വീഡിയോ ഉണ്ടാക്കിച്ചാണെന്ന് നമ്മ പറഞ്ഞേ. ഇവര് ക്രിയേറ്റ് ചെയ്ത പറയും എന്ത് എന്തൊക്കെ കണ്ടോക്കെ ഞാൻ അടുത്തൊക്കെ ഇവനെ തൊപ്പിന്ന് പറഞ്ഞാൽ നല്ലതൊന്നുമല്ല. അത് ഇത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കുക. അവന്റെ കാര്യങ്ങൾ തന്നെ അവന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പലതും കാട്ടും. അതും ചെയ്യാം, വിശ്വസിക്കാം. രണ്ടാളും വിശ്വസിക്കാൻ പറ്റാത്ത ആരെ വിശ്വസിക്കാം? ഇതുകൂടി നോക്കി നോക്കട്ടെ. ഓൻ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്നേ പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് പ്രൂഫ് ഉണ്ടല്ലോ, പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമോ? ഇവന്റെ ഹോബിയാണ്. പാവം പെമ്പിള്ളേരെ കാണുമ്പോ പൈസ ചെയ്തൊന്നില്ലാത്ത വീട്ടിലുള്ള പെമ്പിള്ളേരെ കാണുമ്പോ പിടിച്ച് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ചെയ്തോ കൊടുത്ത് വയറ്റിലായി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനവും മേടിച്ച് കൊടുത്ത് ഇതാക്കിയിട്ട് പണി കൊടുക്കുക. ഇതിന്റെ ഇതിനെക്കാട്ടി വല്ല തെളിവാണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കണം, മനസ്സിലാ? 18 വയസ്സ് തികയാത്ത എത്ര പെമ്പിള്ളേർ ഇവ പേപ്പിച്ചിട്ടുണ്ട് അറിയോ? എത്ര അന്റെ വീട്ടില് പെങ്ങളുണ്ടാ, അന്റെ വീട്ടില് പെങ്ങളുണ്ട്, മനസ്സിലാ? അതുകൊണ്ട് 0% പ്രൂഫ് എന്ന് പറയുന്ന മൊണ്ണക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ചത്, മനസ്സിലാ? ഇതിന്റെ അപ്പുറത്തോട്ട് എന്താ പ്രൂഫ് ഉണ്ട്? പിന്നെതാ അനാൻചാനെ കുറിച്ചിട്ട് അനാൻചാന്റെ വ്ളോഗ് കണ്ട് വിടുന്ന ഇത്
എന്ത് ചെറ്റടവനൊക്കെ ഇപ്പൊ ഇത് സത്യം ഇവരാണ് ഇപ്പൊ മൊത്തത്തിൽ തലകേറ്റിച്ചത്. ഇവരല്ലേ ഈ രണ്ട് കൂട്ടരും തലകേറ്റിക്കാൻ പാടില്ല. ഈ 2.5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് ഈ ബുദ്ധി വന്നേ. അതുവരെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവന്മാരും കണക്കന്നെ അവന്മാരും കണക്കന്നെ, രണ്ടും കണക്കാണ്. ഇത് ഈ രണ്ടും നമുക്ക് കേട് തന്നെയാണ്. രണ്ടും കേടല്ല. ഒരു കാതില്ലാത്ത ടീമുകൾ ഇത്രയും വൃത്തിയട്ടന്മാരെന്ന് വെച്ചാൽ ഇപ്പൊ പറച്ചില് എനിക്ക് മനസ്സിലാക്കി ഇത്രയും വൃത്തിയട്ടന്മാർ ഈ ലോകത്ത് ഇനി ഉണ്ടാവില്ല. അതാണ് ഈ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഒന്നും വേണ്ട. പെമ്പിള്ളേരെ കുറിച്ച് കാർന്ന് ഇവന്റെ കാർന്ന് ഇവൻ പറയുന്നു പാവത്തിങ്ങളെ പെമ്പിള്ളേരെ പിടിച്ച് ഞാൻ കളിക്കും, പാവത്തിങ്ങളെ പെമ്പിള്ളേരെ പിടിച്ച് കിട്ടിയാൽ ഞാൻ കളിക്കും. അനാൻഷ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ വ്ളോഗ് കണ്ടിട്ട് അതിന്റെ ഗേൾസിനെ നോക്കിയിട്ട് അതിന്റെ വ്ളോഗ്സ് നോക്കിയിട്ട് വാണം വിട്ടുകൊണ്ടും അവരെ പറയുന്നുണ്ടല്ലേ എടുത്ത് സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം. മനസ്സിലാ? എടുത്ത് സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം. ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായിയാന്ന്. മനസ്സിലായി? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായി. പക്ക പറഞ്ഞ വീട്ടിൽ കയറ്റാനോ പെണ്ണുങ്ങളെ ഇവനെ കാണിച്ചു കൊടുക്കരുത്. മനസ്സിലാ? കാണിച്ചു കൊടുത്താൽ നോക്കി വിടും. നിങ്ങൾക്ക് വിശ്വാസം വരൂലെന്നറിയാം. അതുകൊണ്ടാണ് പ്രൂഫ് കാണിച്ചത്. മനസ്സിലായി? ഇത്രയും വൃത്തിയുടെ ചേറ്റ് അവന്റെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവൻ എന്തും ചെയ്യും എന്നുള്ളതായി. അവൻ ആരെ കൊല കൊടുക്കാനെ എന്ത് വേണമെങ്കിലും ചെയ്യവൻ. പിന്നെ അവന് എന്തൊക്കെ തെളിവ് ഉണ്ടാക്കി തെളിവ് വിട്ട് എന്നൊക്കെ ഇവരത് പാവത്തിങ്ങൾ എന്താ സംഭവം? എന്താ പാവത്തിങ്ങൾ എന്താ പ്രശ്നം? എന്താ അവരൊന്നും പറയില്ലാന്ന് വിചാരിച്ചിട്ടാ? അവരെന്താ പറയില്ലാന്ന് വിചാരിച്ചാ? ഇതെന്താ പെണ്ണുങ്ങൾക്ക് വിലയില്ലേ ഇവിടെ? പെണ്ണുങ്ങൾക്ക് വിലയില്ലേ? പെണ്ണുങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പണ്ട് നിന്റെ മെന്റാലിറ്റി. ചിലതുണ്ടാവും നിന്റെ തൊലിയും കണ്ടിട്ട് ബാക്കി പോയി പിന്നാലെ വരുന്നത്. മനസ്സിലായില്ലേ? കൊറേ വലിയ ബ്ലോഗറാണ് അങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കാലം മാറി മോനെ. എന്റെ മോനെ തിരിച്ചടിക്കേണ്ട സമയമാണിത്. ഓർത്തിരുന്നു. ഓരോന്നോരോ തെറ്റി വരും. നല്ല കണ്ണിങ് ആയിട്ട് കൊടുക്കണം. നല്ല കണ്ണിങ് ആയിട്ട് കിട്ടും. അവന് ചെയ്തതെല്ലാം കൂടി ഇപ്പൊ മറ്റേ മൊത്തത്തിൽ ഇപ്പൊ കിട്ടും. കിട്ടണം. എന്നിട്ടേ അറിയാം